നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കും കടലിൽ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ സ്ഥലം ഏതായിരിക്കും എന്നത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കടലിലെ ടൈറ്റാനിക് കപ്പൽ മുങ്ങിത്തന്ന സ്ഥലമോ അല്ലെങ്കിൽ പെർമുഡ ട്രയാങ്കിൾ എന്ന സ്ഥലമോ ആയിരിക്കാം. കാരണം ഈ സ്ഥലങ്ങൾ പൊതുവെ എല്ലാവർക്കും കേട്ടുകേൾവിയുള്ളതാണ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കടലിലെ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ പ്രദേശമായ മരിയാന ട്രഞ്ചിനെ കുറിച്ചാണ്. മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് പസഫിക് സമുദ്രത്തിലെ മരിയാന ദ്വീപ് സമൂഹങ്ങൾക്കിടയിലാണ്. മരിയാന ട്രഞ്ചിന്റെ ആഴം എന്നത് 11 കിലോമീറ്ററാണ്. വീതി 69 കിലോമീറ്റർ ആകുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ മരിയാന ട്രഞ്ചിന്റെ നിഗൂഢതയെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും. വർഷം 1875 മരിയാന ട്രഞ്ച് കണ്ടെത്തുന്നത്. ശേഷം 75 വർഷങ്ങൾ കഴിഞ്ഞ് 1951 റോയൽ ചലഞ്ചർ നേവിയുടെ HMS ചലഞ്ചർ 2 എന്ന കപ്പൽ മരിയാന ട്രഞ്ചിലേക്ക് വിശദമായ പഠനത്തിനായി എത്തി. അങ്ങനെ സോണാർ ഉപയോഗിച്ച് 10.9 കിലോമീറ്റർ വരെ ആഴം അളന്നെടുത്തു. ഈ കപ്പലിന്റെ ഓർമ്മയ്ക്കായി ഈ സ്ഥലത്തിന് ചലഞ്ചർ ഡീപ്പ് എന്ന് പേരിട്ടു. മരിയാന ട്രഞ്ചിന്റെ അടിത്തട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ചലഞ്ചർ ഡീപ്പ് എന്നാണ്. അങ്ങനെ 1995 കൈക്കോ എന്ന മുങ്ങിക്കപ്പലും 2009 നേരിയസ് എന്ന മുങ്ങിക്കപ്പലും ചലഞ്ചർ ഡീപ്പിന്റെ അടിത്തട്ടിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ചലഞ്ചർ ഡീപ്പിലെ അതിശക്തമായ സമ്മർദ്ദം ശാസ്ത്രലോകത്തിന് ഇന്നും ഭീഷണിയായി തുടരുന്നു. സൂര്യപ്രകാശം ഒട്ടും തന്നെ കടന്നു ചെല്ലാത്ത സ്ഥലമാണ് ചലഞ്ചർ ഡീപ്പ്. ചലഞ്ചർ ഡീപ്പിലെ മർദ്ദം എന്നത് 16,000 PSI ആണ്. ഈ പ്രഷർ നമ്മൾ ഊഹിക്കുന്നതിലും എത്രയോ അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരിക്കലും ചലഞ്ചർ ഡീപ്പിൽ നേരിട്ടെത്താൻ കഴിയുന്നതല്ല. മാത്രമല്ല ഇന്നേ വരെ കണ്ടില്ലാത്തത്ര വിചിത്ര ജീവികളുടെ സാന്നിധ്യം ചലഞ്ചർ ഡീപ്പിലുണ്ടെന്നും ശാസ്ത്രലോകം കണ്ടെത്തി. സ്പെയിൻ വെയിൽ, ഓർക്ക തിമിംഗലം, തിമിംഗല സ്രാവുകൾ, പസഫിക് ഒക്ടോപ്പസ്, ബ്ലാക്ക് ഡ്രാഗൺ ഫിഷ്, ആംഗുലർ ഫിഷ്, ഗോസ്റ്റ് ഫിഷ് എന്നിവയുടെ സാന്നിധ്യവും ഇവിടെ കാണുന്നു. ടൈറ്റാനിക് എന്ന സിനിമയിലൂടെ ലോകപ്രശസ്തനായ സംവിധായകൻ ജെയിംസ് കാമറൂൺ 2012 മരിയാന ട്രഞ്ചിനെ കുറിച്ച് അറിയാൻ മുന്നിട്ടിറങ്ങിയിരുന്നു. ഇദ്ദേഹം 2012 മാർച്ച് 26 നാഷണൽ ജിയോഗ്രഫി ഫൗണ്ടേഷന്റെയും റോളക്സിന്റെയും പങ്കാളിത്തത്തോടെ ചലഞ്ചർ ഡീപ്പിലേക്കുള്ള ഗവേഷണ യാത്രയ്ക്ക് തയ്യാറായി. കാരണം ഇദ്ദേഹം വളരെ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഡീപ് സീ ചലഞ്ചർ എന്ന പേരിൽ പ്രത്യേകം നിർമ്മിച്ച മുങ്ങിക്കപ്പലിൽ 70 മിനിറ്റ് യാത്ര ചെയ്ത ശേഷം ജെയിംസ് കാമറൂൺ ചലഞ്ചർ ഡീപ്പിന്റെ അടിത്തട്ടിലെത്തി. മരിയാന ട്രഞ്ചിനേക്കാളും ആഴം കൂടിയ സ്ഥലം ഭാവിയിൽ കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകൾ തേടിയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.